യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ചിലപ്പോൾ ഒരു രോഗത്തിൻ്റെ അവസ്ഥയിലാണോ, ചിലപ്പോൾ ആശുപത്രിയിലോ കിടക്കയിലോ മറ്റോ ആണെങ്കിലും നിന്നെ കരുതുന്ന ഒരു കർത്താവ് നിനക്കുണ്ട്. നിന്നെ സുഖപ്പെടുത്തുവാൻ അവൻ നിൻ്റെ അരികിൽ കടന്നു വരും. പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകരുത്. രോഗത്തിൽ നീ അകലപ്പെട്ട് തളർന്നു പോകരുത്. ശക്തനായ ദൈവം തൻ്റെ അനുഗ്രഹവും സാന്നിധ്യവും പകർന്ന് നിന്നെ സുഖപ്പെടുത്തുവാനായി കടന്നു വരും. അതുകൊണ്ട് ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 12-ാം തിരുവചനം, മരുന്നോ ലേപനൌഷധമോ അല്ല, എല്ലാവരെയും സൗഖ്യപ്പെടുത്തിയത് അവിടുത്തെ വചനമാണ്. കർത്താവ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആശുപത്രി കിടക്കയിലോ അല്ലെങ്കിൽ ആശുപത്രി ഏതെങ്കിലും വിധത്തിലോ കിടന്ന അവസ്ഥകളിലോ ഒക്കെ കഴിയുന്ന രോഗികളായ എല്ലാ പ്രിയപ്പെട്ട മക്കളുടെ മേലും ആത്മാവിൻ്റെ ശക്തമായ കാറ്റ് ഇപ്പോൾ വീശുന്നുണ്ട്. നീ ഹൃദയത്തിൽ കർത്താവിനെ ഒന്ന് സ്വീകരിക്കുക. നിന്നെ സുഖപ്പെടുത്തുവാൻ ഒരേ ഒരു നാമമേ ഈ ലോകത്തിൽ നൽകപ്പെട്ടിട്ടുള്ളൂ. അത് യേശുവിൻ്റെ നാമമാണ്. ആ നാമത്തിൽ നീ പ്രാർത്ഥിച്ചാൽ, യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചാൽ നിശ്ചയമായ നീ അനുഗ്രഹം പ്രാപിക്കും. അതുകൊണ്ടുള്ള വചനം നമ്മളെ പഠിപ്പിക്കുന്നത് മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സൗഖ്യപ്പെടുത്തിയത് അവിടുത്തെ വചനമാണ്. വചനമായ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളും അനുഗ്രഹിക്കപ്പെടുവാൻ, സൗഖ്യം പ്രാപിക്കുവാൻ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കൃപയും സ്നേഹവും സമാധാനവും നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങളെ കൂടുതൽ അനുഗ്രഹമായി സൗഖ്യമുള്ളതാക്കി മാറ്റട്ടെ. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ.